ഓക്കെ, നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷനാണ് വോളിയം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ. സോ വോളിയം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മളെന്ത് സ്ലൈസിങ് മെത്തേഡാണ്. അതായത് നമ്മൾ ഒരു റീജിയൻ എടുത്ത് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു വാട്ടർ മെലൺ എടുക്കുന്നില്ല, നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനെ കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഓരോ സർക്കിൾ രൂപത്തിലാണ് കിട്ടുക അല്ലേ. അതിപ്പോൾ ഓരോ സർക്കിളായിട്ടുള്ള ആ ഡിസ്ക് രൂപത്തിലുണ്ടാകും. അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് മൊത്തത്തിൽ ആഡ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വോളിയം കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക. Okay, that is volume by slicing method, that is slice method. Here we define volume of a solid with reference to their cross sections. A cross section of a solid S is the plane region formed by intersecting X with the plane. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സോളിഡ്സ് പ്ലെയിൻ നമ്മൾ എസ് അതിൻ്റെ ഒരു പ്ലെയിനായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ റീജിയനാണ് നമ്മൾ എന്ത് അതിൻ്റെ ക്രോസ് സെക്ഷൻ അറിയാം. നമ്മൾ ഒരു കത്തി എടുത്തിട്ട് നമ്മളൊരു വാട്ടർ മെലോൺ വെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർക്കിൾ രൂപത്തിലുണ്ടായിരിക്കും അല്ലേ, ഒരു ഡിസ്ക്. അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് അറിയാമെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതാണ് ക്രോസ് സെക്ഷണൽ സ്ലൈസിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് സ്ലൈസിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലെറ്റ് എസ് ബി എ സോളിഡ് ആൻഡ് പി എക്സ് ബി എ ഫാമിലി ഓഫ് പാരലൽ പ്ലെയിൻസ് സച്ച് ദാറ്റ് ഫസ്റ്റ് വൺ എസ് ലൈസ് ബിറ്റ്വീൻ പി എ ആൻഡ് പി ബി. Second, the area of slice of S cut by Px is A of x. Then the volume of S is equal to integral A to B A of x dx. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്രോസ് സെക്ഷൻ ഏരിയ, അതിൻ്റെ ഏരിയ നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ ആ ഏരിയ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് നമുക്ക് എന്ത് കിട്ടും, വോളിയം കിട്ടും. സോ ഏരിയ കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രേഷൻ എടുക്കുമായിരുന്നു. സോ ആ ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വോളിയം കിട്ടും. ദാറ്റ് ഈസ് ഏരിയയുടെ ഇൻ്റഗ്രേഷൻ ആണ് എന്ത്, വോളിയം എന്ന് പറഞ്ഞാൽ. Okay, the next remark, the procedure for finding the volume of a solid by the method of slicing is as follows. That is, first one, sketch the solid and a typical cross section. നമ്മൾ എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ആ ഗ്രാഫ് നമ്മൾ സോളിഡ് സ്ട്രക്ചർ അതാണ്, അത് നമ്മൾ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ക്രോസ് സെക്ഷൻ റീജിയൻ നമ്മൾ അതിന് എടുക്കണം. സെക്കൻഡ്, ഫൈൻഡ് ദി ഫോർമുല ഫോർ എ ഓഫ് എക്സ്, ദ ഏരിയ ഓഫ് ദ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ. ആ ടിപ്പിക്കലായിട്ട് കിട്ടുന്ന ക്രോസ് സെക്ഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ റെക്റ്റാങ്കിൾ ആയിട്ട് വരാം, ചിലപ്പോൾ ഒരു സർക്കിൾ രൂപത്തിൽ വരാം. അപ്പോൾ അതിൻ്റെ ഏരിയ എന്താ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ഇതിനൊരു ഫോർമുല നമ്മൾ കണ്ടുപിടിക്കാം. ഫൈൻഡ് ദി ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് എവിടെ മുതലാണ് ആ വോളിയം കണ്ടുപിടിക്കുക, ആ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ആദ്യം എടുക്കണം. ദെൻ ഇൻ്റഗ്രൽ എ ഓഫ് എക്സ് യൂസിങ് ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വോളിയം ഓഫ് എ ബോൾ ഓഫ് റേഡിയസ് ആർ. നമ്മളുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് ആറാണ്. സോ ആ ബോൾ റേഡിയസ് ആറായിട്ട് വരുന്ന ആ ബോളിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. സ്പെരിക്കലാണ് ഷേപ്പ് ഉണ്ടാവുക ബോൾ നമുക്കറിയാം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കണം. ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു സർക്കിൾ രൂപത്തിലാണ് ഒരു ബോളിൻ്റെ ഇതുണ്ടാവുക, സർക്കിൾ രൂപത്തിലുണ്ടാവുക. ഡ്രോ ദി ബോൾ അബൌട്ട് ദി എക്സ് ആക്സിസ്. നമ്മൾ എന്ത് ചെയ്യുക, ആ ബോൾ നമ്മൾ എക്സ് ആക്സിൻ്റെ അബവ് വരയ്ക്കുന്നു, അതായത് ക്രോസ് സെക്ഷൻ. ലെറ്റ് ദി പ്ലെയിൻ പി നോട്ട് പാസസ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി ബോൾ. ദെൻ ബോൾ ലൈസ് ബിറ്റ്വീൻ പി മൈനസ് ആർ ആൻഡ് പി ആർ. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മളുടെ ബോൾ. നമ്മളെന്തൊരു പ്ലെയിൻ പി എക്സ് എന്നൊരു പ്ലെയിൻ പാസ് ചെയ്തു. ആ പ്ലെയിനും ആ ബോളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റീജിയൻ എന്താണ്, ഇതാണ് നമ്മളുടെ ഒരു സർക്കുലർ ഒരു ഡിസ്ക് രൂപത്തിലാണ് നമുക്ക് കിട്ടുക. സോ അത് ലൈ ചെയ്യുന്നാലും മൈനസ് പി ആർ മുതൽ പി ആർ വരെയാണ് ആ ബോൾ ലൈ ചെയ്യുന്നത്. ആൻഡ് സ്ലൈസ് ആർ എക്സ് ഈസ് എ ഡിസ്ക് ഓഫ് റേഡിയസ് അല്ലേ, ഒരു സർക്കുലർ ഡിസ്ക് രൂപത്തിലുണ്ടാവുക. ആർ എക്സ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2. നമ്മൾ പൈതഗോറസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഡിസ്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2. ഓക്കെ, അതായത് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 നമ്മളുടെ ഈ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ റേഡിയസ് ആണത്. നമുക്കറിയാം നമ്മളുടെ ബോളിൻ്റെ റേഡിയസ് ആറാണ്. സോ ഇതിന് അതിലേക്കുള്ള ദൂരം നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തു, ആ പ്ലെയിനിലേക്കുള്ള ദൂരം എക്സ് ആക്കിയിട്ട് എടുത്തു. ദെൻ നമുക്കറിയാം പൈതഗോറസ് വെച്ചിട്ട് നമുക്ക് എന്താ ഏറ്റവും റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് വരിക, ഈ ദൂരം ലെങ്ത് എന്നാണ്. അതാണ് നമ്മളുടെ എന്ത്, ആ റീജിയൻ ആർ എക്സിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. സോ അതിൻ്റെ റേഡിയസ് നമുക്ക് കിട്ടി ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 കിട്ടി. ദെൻ ദി ഏരിയ ഓഫ് ദ സ്ലൈസ് ആർ എക്സ് ഇസ് ഗിവൺ ബൈ, നമുക്കറിയാം അതെന്താണ്, ഒരു ഡിസ്ക് ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ആർ റേഡിയസ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് ദി സ്ക്വയർ. ഇവിടുത്തെ റേഡിയസ് തന്നെ എന്താണ്, റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. ഹൻസ് ദി വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഏരിയ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വോളിയം ഓഫ് ദി ബോൾ ബോൾ വി ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ മൈനസ് ആർ ടു ആർ എ ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ആർ ടു ആർ പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3. നമ്മൾ എന്ത് ചെയ്യുക, ആറും മൈനസ് ആറും കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, a pyramid 3 meter height has a square base that is 3 meter on a side. The cross section of the pyramid perpendicular to the altitude x meter down from the vertex is a square x meter on a side.
ഫൈൻഡ് ദി വോളിയം ഓഫ് ദ പിരമിഡ്. നമ്മുടെ പിരമിഡ് എന്നിട്ടുണ്ട് അതിൻ്റെ ബേസ് എന്താണ്, ഒരു സ്ക്വയർ ആണ്. ബേസിൻ്റെ ഒരു സൈഡ് തന്നെ 3 മീറ്റർ ആണ്. അപ്പോൾ പിരമിഡിൻ്റെ ഹൈറ്റ് 3 മീറ്റർ ആണ്. സോ അതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. കൺസിഡർ ദി വേർട്ടെക്സ് ഓഫ് ദി പിരമിഡ് ആസ് ഒറിജിൻ ആൻഡ് ദി ആൾട്ടിറ്റ്യൂഡ് ആസ് എക്സ് ആക്സിസ്. എ റഫ് സ്കെച്ച് ഓഫ് ദി പിരമിഡ് ആൻഡ് എ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഇസ് ഗിവൺ. നമ്മൾ ഈ രൂപത്തിൽ എന്തെടുത്തു, ആ പിരമിഡിനെ വെച്ചു. ഇതിൻ്റെ ആക്സിസ് നമ്മൾ എക്സ് ആക്സിസ് എടുത്തു. ഓക്കെ, എക്സ് മീറ്ററിൽ നമ്മൾ അതിനൊരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു. ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ എടുത്ത് നമുക്ക് അറിയാൻ പറ്റും ബേസ് എന്താണ്, ഒരു സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, എടുക്കുന്ന ആ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും, ഒരു സ്ക്വയർ ആണ്. ഒരു എക്സ്, ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ബാക്കി സൈഡ്സ് ഒക്കെ എക്സ് ആയിട്ട് വരും. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ 3 മീറ്റർ ആണ് എന്ത്, ആ പിരമിഡിൻ്റെ ഹൈറ്റ് എന്നാണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ ദൂരം എത്രയാണ്, 3 മീറ്റർ ആണ്. അപ്പോൾ ഒരു സൈഡ് എത്രയാണ്, 3 മീറ്റർ ആണ്. ദ ക്രോസ് സെക്ഷൻ അറ്റ് എക്സ് ഈസ് എ സ്ക്വയർ വിത്ത് ലെങ്ത് ഓഫ് ദി സൈഡ് എക്സ് മീറ്റർ ആൻഡ് ദി ഹെൻസ് ദി ഏരിയ. അപ്പോൾ നമുക്കൊരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ലെങ്ത്തിൻ്റെ എടുത്താണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയതുകൊണ്ട് എക്സ് ആണ് ഇവിടെ എടുത്തെങ്കിൽ എക്സ് സ്ക്വയർ വരും. ദാറ്റ് ഈസ് എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇതിന് എവിടെ മുതൽ എവിടെ നിന്ന് ആ ഏരിയൻ്റെ ഇക്വേഷൻ കിട്ടി. ഇത് നമുക്ക് എന്താണ് ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് എന്താണ് ഒരു പിരമിഡാണ് തന്നിട്ടുള്ളത്, എന്താണ് 0, നമ്മൾ എക്സ് ആക്സ് ആണ് അതിൻ്റെ ആക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ 0 മുതൽ എന്താണ് ഇങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടെ വരെ മതി, ഇതിൻ്റെ ഹൈറ്റ് ആണ് 3 ആണ്. അപ്പോൾ 0 to 3 നമുക്ക് ആവശ്യമുള്ളൂ. Here x is the distance of the square from the vertex, hence it can vary from 0 to 3. Therefore, v equal to integral 0 to 3 a of x dx, that is integral 0 to 3 x square dx, that's equal to x square integration anal x cube by 3 from 0 to 3. 3 കൊടുക്കുമ്പോൾ തരും 27/3 minus 0 വരും. That is 27/3 എന്നാണ് 9 meter cube വരും. Volume of that pyramid equal to 9 meter cube. Okay. Then നമുക്ക് volume of a solid of revolution, that is disk method. നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു എന്തെങ്കിലും സാധനം നമ്മളിങ്ങനെ റൊട്ടേറ്റ് നമുക്ക് അറിയാൻ പറ്റും എന്താണ്, ഒരു സോളിഡ് രൂപത്തിൽ ഇങ്ങനെ വരുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സർക്കിൾ രൂപത്തിലുള്ള സാധനം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ബോൾ രൂപത്തിലുള്ള ഒരു സ്പെരിക്കൽ ഷേപ്പിൽ നമുക്കൊരു സാധനം കിട്ടും. അങ്ങനെ വരുന്ന ആ സ്ട്രക്ചറിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് വോളിയം ഓഫ് എ സോളിഡ് ബൈ റെവല്യൂഷൻ മെത്തേഡിൽ നമ്മൾക്കൊരു സോളിഡ് രൂപം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും. That is, a solid generated by rotating a plane region about an axis in its plane is called a solid of revolution. To find the volume of such a solid, we need only observe that the cross-sectional area A of x is the area of the disk of radius f of x. The distance of the planar region's boundary from the axis of revolution. The area is given by A of x is equal to pi into radius square. That is pi into f of x square. നമ്മളിവിടെ റേഡിയസ് 6 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്ക് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. Then by definition, by the volume of the solid is in the integral of A. ഏരിയൻ്റെ ഇൻ്റഗ്രൽ ആയിട്ട് വരും ഓവർ ദ ഗിവൺ ഇൻ്റർവൽ. ദെൻ നമുക്ക് രണ്ട് രീതിക്ക് നമുക്ക് റൊട്ടേഷൻ എടുക്കാൻ പറ്റും. ഒന്ന് എക്സ് ആക്സിന് അബൌട്ട് ആയിട്ടും ഒന്ന് വൈ ആക്സിന് അബൌട്ട് ആയിട്ടും. ദാറ്റ് ഈസ് റൊട്ടേഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ്. The volume of the solid generated by revolving about the x-axis and the graph of the continuous function y equal to f of x, that's equal to a less than or equal to x less than or equal to b എന്താണ്, b equal to integral a to b pi into f of x the square dx. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമ്മൾ അതിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് എക്സ് ആക്സിൽ ത്രൂ ഔട്ട് എക്സ് ആക്സിലാണ് അത് റിവല്യൂഷൻ നടക്കുന്നത് എങ്കിൽ നമുക്ക് അതിന് വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, integral a to b pi into f of x the square dx. എന്ത് ചെയ്യുക, ത്രൂ വൈ ആക്സിലാണ് അതിൻ്റെ റൊട്ടേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ എക്സിലോടത്തൊക്കെ ഒന്ന് കൊടുക്കുക, വൈ കൊടുക്കുക. റൊട്ടേഷൻ അബൌട്ട് ദി വൈ ആക്സിസ്, ദ വോളിയം ഓഫ് ദി സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് അബൌട്ട് ടു വൈ ആക്സിസ് ആൻഡ് ദി ഗ്രാഫ് ഓഫ് ദി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ വേഴ്സ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി, ബി ഈക്വൽ ടു എന്താ, വോളിയം ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി പൈ ഇൻറ്റു എഫ് ഓഫ് വൈ ദി സ്ക്വയർ ഡി വൈ. ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ റീജിയൻ ബിറ്റ്വീൻ ദി കർവ് വൈ ഈക്വൽ ടു 2 root x 0 less than or equal to x less than or equal to 2 and the x-axis is revolved about the x-axis to generate a solid. Find its volume. അപ്പം തന്നിട്ടുള്ള ഇതാണ് നമ്മളുടെ ഗ്രാഫ്, കർവ് y equal to 2 root x. അതെന്താണ്, എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോളിഡ് സ്ട്രക്ചറിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. Here the solid is formed by revolving the region between the curve y equal to 2 root x 0 less than or equal to x less than or equal to 2 and the x-axis. x-axisനും ആ കർവ് നമ്മൾ ഉണ്ടാക്കുന്ന ഏരിയയാണ് നമുക്ക് വോളിയാണ് കണ്ടുപിടിക്കുന്നത്. എക്സ് വരുന്നത് 0 to 2 ആണ്. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മളുടെ വൈ ഈക്വൽ റൂട്ട് എക്സ് ആണ് ഗ്രാഫ് വരിക. സോ ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം, നമുക്ക് ഒരു പരാബോള റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഷേപ്പാണ് ഉണ്ടായിരിക്കുക അല്ലേ, ഒരു സോളിഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ എക്സ് ആക്സിൽ ഇങ്ങനെ റൊട്ടേറ്റ് ആണ് ചെയ്യുന്നത്. ദ ഷെയ്ഡഡ് റീജിയൻ ഇൻ ദി ഫിഗർ ഇൻഡിക്കേറ്റ് ദ റീജിയൻ ടു ബി റിവോൾവ്ഡ് ആൻഡ് പി ക്യു ഈസ് എ ടിപ്പിക്കൽ റേഡിയസ്. ഈ പി ക്യു ആണ് അതിൻ്റെ ടിപ്പിക്കൽ റേഡിയസ്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഹൈറ്റ് ഇതായിരിക്കും, അപ്പോൾ പി ക്യുവിനാണ് നമ്മൾ ടിപ്പിക്കൽ റേഡിയസ് ആയിട്ട് നമ്മൾ പി ക്യു എടുത്തു.
അതായത് ടിപ്പിക്കൽ റേഡിയസ് പി ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താ ചെയ്യുക, y ഈക്വൽ ടു 2 റൂട്ട് എക്സ് വരിക. ദ റേഡിയസ് ഓഫ് ദ ഡിസ്ക് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 റൂട്ട് എക്സ് ആണ് ഇതിൻ്റെ ഇക്വേഷൻ വരിക. ക്യൂവിൻ്റെ പോയിന്റ് ആണ് അല്ലെ, പിയും അതുപോലെ 2 റൂട്ട് പി ആണ് വരിക. അതായത് y 2 റൂട്ട് എക്സ് y ഈക്വൽ 2 റൂട്ട് എക്സ് ആണ് ഇതിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ 2 റൂട്ട് എക്സ് ആണ് ഇതിൻ്റെ ഡിസ്കിന് റേഡിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ഏരിയ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് therefore v ഈക്വൽ ഇൻ്റഗ്രൽ a to b പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്നാൽ 2 റൂട്ട് എക്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to 2 പൈ ഇൻറ്റു 2 റൂട്ട് എക്സ് ഇത് സ്ക്വയർ വരും. ദാറ്റ് ഈസ് 2 സ്ക്വയർ പറഞ്ഞാൽ 4 വരും, റൂട്ട് എക്സ് സ്ക്വയർ പറഞ്ഞാൽ എക്സ് വരും. ദാറ്റ് ഈസ് 4 പൈ കോമൺ ആയിട്ട് പുറത്തെടുക്കാറ്. ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് 4 പൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to 2. 2ഉം 0യും കൊടുക്കുക. ദെൻ വി ഗെറ്റ് 16 പൈ ബൈ 2 മൈനസ് 0 ദാറ്റ് ഈസ് 8 പൈ വരും. ഓക്കെ, then find the volume of the solid generated by revolving ellipse x square by a square plus y square by b square equal to 1 about the x axis. ഈ എലിപ്സ് എന്ത് ചെയ്യാണ്, എക്സ് ആക്സിനെ അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. സിൻസ് ദി എബവ് എലിപ്സ് ഈസ് സിമെട്രിക് അബൌട്ട് ദി ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് അല്ലേ. നമുക്കറിയാം എലിപ്സ് ആണെങ്കിൽ എക്സ് ആക്സും വൈ ആക്സും സിമെട്രിക് ആണ്. സോ സിമെട്രിക് ആയിട്ട് വരുന്ന കേസിൽ നമുക്ക് അതിൻ്റെ ഒരു ക്വാഡ്രൻറ്റിലുള്ള വോളിയം കണ്ടുപിടിച്ചാൽ നമ്മൾ ത്രൂ ഔട്ട് ഇപ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ടു എക്സ് വരെ വേരി ചെയ്യുന്നത് മൈനസ് എക്സ് ടു എക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള 0 to x കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. റിക്കോർഡ് വോളിയം ഈസ് ഡബിൾ ദി വോളിയം ഓഫ് സോളിഡ് ഒബ്റ്റൈൻ ബൈ റിവോൾവിംഗ് ദി ഏരിയ OAB ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫിഗർ നോക്കാം. ഓക്കെ, അപ്പോൾ OAB എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എടുത്തിട്ടുള്ളത്. ഹെൻസ് we have to find the volume of the solid generated by revolving the region between the x-axis and the curve. Y equal to f of x equal to b by a into root of x square minus x square, where 0 less than or equal to x less than or equal to a about the x-axis. Then the volume of the solid is given by, നമുക്കറിയാം ഇതിൻ്റെ ഫിഗർ ഏകദേശം ഇവിടെ സ്കെച്ച് ചെയ്യാൻ മറന്നുപോയതാണ്. ഫിഗർ ഏകദേശം ഈ രൂപത്തിലാണ് വരിക. നമുക്കറിയാം എക്സ് ആക്സിനും വൈ ആക്സിനും ഇതായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സിമെട്രിക് ആയിട്ടാണ് ഒരു എലിപ്സ് വരിക. സോ ഈ രൂപത്തിലാണ് ഉണ്ടായിരിക്കുക ഫിഗർ. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്ന ഈ കഷ്ണത്തിൻ്റെ മാത്രം നമുക്ക് എന്താ വോളിയം കണ്ടുപിടിച്ചത്. അതെന്നാൽ നമുക്കറിയാം എന്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്, എന്താണ് ഇവിടെ OAB ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ A to B ആണത് വേരി ചെയ്യേണ്ടത്. അതായത് എക്സ് ആക്സിൽ അത് എ വരെയും വൈ ആക്സിൽ അത് ബി വരെയാണ് വേരി ചെയ്യുന്നത്. ദെൻ ദി വോളിയം ഓഫ് ദി സോളിഡ് ഇസ് ഗിവൺ ബൈ ബി ഈക്വൽ ഇൻ്റഗ്രൽ A to B പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ദി സ്ക്വയർ ഡി എക്സ് വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ A to B പൈ ഇൻറ്റു ബി മൈനസ് എഫ് ഓഫ് എക്സ് എന്നാൽ ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ബി ബൈ എൻ്റെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഇൻ്റഗ്രൽ A to B എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി ഗെറ്റ് 2/3 പൈ എ ബി ഹോൾ സ്ക്വയർ വരും. Okay, hence the volume of the solid generated by revolving the given ellipse about x-axis equal to 2v. നമ്മൾ പറഞ്ഞത് 2v, അതായത് ഡബിൾ ആയിട്ട് നമ്മൾ എടുക്കണം. കാരണം ഇത് നമ്മൾ ഒരു ക്വാഡ്രൻറ്റിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഒരു ക്വാഡ്രൻറ്റിലാണ് അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞാൽ രണ്ടിലും എന്താണ് അത് സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എടുത്തിട്ട് വോളിയത്തിന് 2 times നമ്മൾ എടുക്കുക. അതായത് 2v ഈക്വൽ എന്ത് വരും 4/3 പൈ എ ബി സ്ക്വയർ വരും. ഓക്കെ, the next the average value of a function. ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ എന്താണെന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. That is the average value of a function f on the interval closed interval a b is denoted and defined as below. f of x bar on a b. a b ആണ് ഉള്ളതിലുണ്ടാകുന്ന ആവറേജ് വാല്യൂ ആയതുകൊണ്ടാണ് f of x all bar a b. That is summation I equal to 1 to n ki delta x by summation I equal to 1 to n delta x. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. Also we know that for a step function summation I equal to 1 to a ki delta x എന്ന് പറഞ്ഞാൽ സമ്മേഷൻ I equal to 1 to n ki xi minus xi minus 1. ദാറ്റ് ഈസ് എന്താണ് ഇൻ്റഗ്രൽ A to B f of x dx ആണ്. സോ സമ്മേഷൻ I equal to 1 to n delta x എന്നതാണ് ആ ഇൻ്റർവൽ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് b minus a വരും ടെലിസ്കോപ്പിക് മെത്തേഡ് വെച്ചിട്ട്. ദിസ് ലീഡ് us to the define average value of a function any integral function f, not just a step function. സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസ് മാത്രമല്ല ഏതൊരു ഇൻ്റഗ്രൽ ഫംഗ്ഷൻ്റെ കേസ് നമുക്ക് എന്ത് പറ്റും ആവറേജ് വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡെഫിനിഷൻ. ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഹാസ് ആൻ ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി then the average value of f on closed interval a b is denoted by f of x bar a b is defined by the formula f of x bar on closed interval a b equal to 1 by b minus a into integral a to b f of x dx. നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് പറഞ്ഞു. ഈ മുകളിലെ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്
റീമാൻ ഇൻറ്റഗ്രൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. താഴെ ഭാഗമാണ് ഇൻറ്റർവലിൻ്റെ ലെങ്ത് ആണ്, ദാറ്റ് ഇസ് ബി മൈനസ് എ ബി ആണ് ഇൻറ്റർവൽ എങ്കിൽ ബി മൈനസ് വരും. സോ ആവറേജ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് ബാർ ഓൺ ക്ലോസ് ഇൻറ്റർവൽ എ ബി ഈക്വൽ ടു 1/b മൈനസ് എ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഓൺ ക്ലോസ്ഡ് ഇൻറ്റർവൽ 0 to. By definition of average value of an integrable function, we have f of x bar on closed interval a b. ഇവിടുത്തെ a b ആണ്, അതാണ് 0 to 2 ആണ്. 1/b minus integral a to b f of x dx, that is equal to x cube plus x square all bar on closed interval 0 to equal to 1/2 minus 0 into integral 0 to 2 x cube plus x square dx, that is 1/2 into x raised to 4/4 plus x cube by 3 by from 0 to 2, that is 1/2 into 2 raised to 4/4 plus 2 cube by 3 minus 0, that is 1/2 into 4 plus 8/3, that's equal to 10/3 വരും അതിൻ്റെ ആൻസർ. Okay, the next, show that if v equal to v of t is the velocity of a moving object, then the definition of v bar of closed interval ab agrees with the usual notation of average velocity. അപ്പോൾ v bar of ab എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് വെലോസിറ്റിൻ്റെ സെയിം നൊട്ടേഷൻ തന്നെയാണ് നമുക്ക് കാണിക്കണം. That is, by the definition, average value of a velocity v of closed interval ab is given by v of t bar of closed interval ab equal to 1/b minus integral a to b v of t dt നമുക്കറിയാം. Then we know that the definition of integral a to b v of t dt is the distance travelled between t equal to a and t equal to b. Therefore, v of t all bar closed interval ab equal to 1/b minus integral a to b v of t dt എന്തായിട്ട് വരും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഓഫ് ട്രാവൽ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഓഫ് ട്രാവൽസ് ആണ് എന്താണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി ആണ്. സോ അത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. ദെൻ മീൻ വാല്യൂ തിയറം ഫോർ ഇൻറ്റഗ്രൽസ്. ഇൻറ്റഗ്രൽസിനുള്ള മീൻ വാല്യൂ തിയറം. The mean value theorem for definite integral. If f is continuous on closed interval ab, then at some point x naught in closed interval ab, f of x naught equal to 1/b minus a integral a to b f of x dx. f എന്ന ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവൽ ab കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. എക്സ് നോട്ട് എന്ന പോയിന്റ് ആ ക്ലോസ് ഇന്റർവൽ ab നമ്മൾ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/b minus a into integral a to b f of x dx ആയിരിക്കും. അതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് mean value theorem for integrals. അതിന് പ്രൂഫ് നമുക്കുണ്ട്. f of x is continuous on closed interval ab by the extreme value theorem. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്നാൽ നമുക്ക് എന്തായിട്ടുള്ളൂ? കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഏതെങ്കിലും രണ്ട് പോയിന്റ്സിൽ 0 അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഒരു മാക്സിമം അതിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യും. മിനിമം ഒരു എക്സ്ട്രീം വാല്യൂ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എഫ് ഹാസ് എ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓൺ ക്ലോസ്ഡ് ഓൺ ഇന്റർവൽ ab. ദാറ്റ് ഈസ് ദർ ആർ നമ്പേഴ്സ് x1 and x2 in closed interval ab with f of x1 equal to m, that is minimum value, and f of x2 equal to capital M, that is maximum value. That is m less than or equal to f of x less than or equal to capital M for every x in closed interval a. നമുക്ക് extreme value theorem നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay, therefore m less than or equal to f of x less than or equal to capital M ആണ് for every x in closed interval a. Then by the properties of definite integral, നമ്മൾ ഇതിന് integration കൊടുക്കാൻ നോക്കുന്നത് കിട്ടും. Integral a to b m dx less than or equal to integral a to b f of x dx less than or equal to integral a to b m dx. Integral a to b m dx എന്നതാണ് m കോൺസ്റ്റന്റ് ആയതാണ് നമുക്ക് എന്ത് m into b minus a less than or equal to a to b f of x dx less than or equal to capital M into b minus a. നമ്മൾ എന്ത് ത്രൂ ഔട്ട് b minus കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ b minus a, then we get m less than or equal to 1/b minus a integral a to b f of x dx less than or equal to capital M. Since f is continuous on closed interval ab ആയതുകൊണ്ട് f of x1 equal to m less than or equal to f of x less than or equal to capital M equal to f of x to. By the first version of intermediate value theorem, we get f must assume every value between m and capital M has there exist at least one point x naught between one point. Okay, one point x naught between x1 and x2, that is in closed interval ab, such that f of x naught equal to 1/b minus a into integral a to b f of x dx. Okay, mean value theorem proved. Remark, the mean value theorem for definite integral need not be true if f is not continuous. f continuous അല്ല എങ്കിൽ അത് ട്രൂ ആയിക്കോണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് f of s equal to 0 less than or equal to x less than or equal to 1 if 1 less than or equal to x less than or equal to എന്ന പോയിന്റ് നമ്മളൊരു ഫംഗ്ഷൻ എടുത്തു. The function f is bounded piecewise continuous on closed interval 0 to, but f is not continuous at x is equal to 1. x is equal to 1 എന്താണ് ആ ഫംഗ്ഷൻ? കണ്ടിന്യൂസ് അല്ല. ഓക്കെ, സോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി എക്സ് 1 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. സോ ഇവിടെ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റുക. അവിടെ കറക്റ്റ് ചെയ്യുക. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ
നോട്ട് ഈക്വൽ ടു. അപ്പോൾ 0 മുതൽ 1 വരെ എൻ്റെ വാല്യൂ എന്താണ് 0 ആണ്. ദെൻ 1 അബവ് എന്താണ് അതിൻ്റെ വാല്യൂ 1 ആണ്. അതായത് അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും 0 നിന്ന് 1 നമ്മൾ ജമ്പ് ചെയ്യണം. അതായത് ആ 1 ആണ് പോയിന്റ് എന്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. സോ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 1 ആൻഡ് ഹെൻസ് ദി റീമാൻ ഇൻറ്റഗ്രൽ hence is a Riemann integral over 0 to 2. Also integral 0 to 1 f of x dx equal integral 0 to 1 f of x dx plus integral 1 to 2 f of x dx ആയിട്ട് മാറ്റാറ്റും. 0 to 1 എന്താണ് ഫംഗ്ഷൻ 0 ആണ്, 1 to 2 എന്താണ് ഫംഗ്ഷൻ 1 ആണ്. ദാറ്റ് ഈസ് 0 പ്ലസ് 1 ഇൻറ്റു 2 മൈനസ് 1 ഈക്വൽ ടു 1 വരും. ഓക്കെ, ദാറ്റ് ഈസ് 1/2 മൈനസ് 0 ഇൻറ്റഗ്രൽ 0 to 2 f of x dx ഈക്വൽ ടു 1/2. ബട്ട് എഫ് ഓഫ് എക്സ് ഒരിക്കലും 1/2 എന്ന വാല്യൂ എടുക്കുന്നില്ല. സോ ആ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമുക്ക് മീൻ വാല്യൂ തിയറം ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. Okay, next question. Show that f is continuous on closed interval AB. If f is continuous on closed interval AB, a not equal to b, and if interval a to b f of x dx equal to 0, then f of x equal to 0 at least once in closed interval B. അതായത് എയും ബിയും ഈക്വൽ അല്ല, പക്ഷെ എഫ് എന്താണ് കണ്ടിന്യൂസ് ആണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് 0 ആകണമെങ്കിൽ എഫ് ഓഫ് എക്സ് 0 അറ്റ്ലീസ്റ്റ് ഒരു ടൈമെങ്കിലും അതിനുള്ളിൽ 0 ആയിട്ട് വരണം. ഓക്കെ, the average value of f on closed interval AB equal to എന്താണ് f of x bar on closed interval AB equal to 1/b minus a integral a to b f of x dx ആണ്. integral a to b f of x dx എന്താണ് 0 നമുക്ക് തന്നിട്ടുണ്ട്. 1/b minus into 0 equal to 0 വരും. Since f is continuous on closed interval AB by mean value theorem for definite integral f of x not equal to 1/b minus a into integral a to b f of x dx നമുക്ക് അറിയാം. അതായത് അതിന് ആവറേജ് വരാണ് എഫ് ഓഫ് എക്സ് ബാർ ക്ലോസ് ഇന്റർവൽ എ ബി ഈക്വൽ ടു 0 ആണ്. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊരു വാല്യൂ അതിൻ്റെ വാല്യൂ 0 വരുന്നത്. ദാറ്റ് ഈസ് ഫോർ സം പോയിന്റ് എക്സ് നോട്ട് ഇൻ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ എന്താണ് ആ ഫംഗ്ഷൻ 0 അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആവറേജ് വാല്യൂ നോക്കുക, അതുപോലെ മീൻ വാല്യൂ തിയറം നോക്കുക. ഓക്കെ, വോളിയം കണ്ടുപിടിക്കാൻ സ്ലൈസിങ് മെത്തേഡ് ക്ലിയർ. ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യുക, കൺസെപ്റ്റ് കമ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക.